നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വാഹന ചരിത്രത്തിൽ ഒരു വല്ലാത്ത സ്ഥാനമുള്ള കമ്പനിയാണ് ഫിയറ്റ് ഓട്ടോമൊബൈൽസ്. ഈ വല്ലാത്ത സ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങൾ നിർമ്മിക്കേണ്ടിയിരുന്ന കമ്പനിയാണ് ഫിയറ്റ്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇന്ത്യയിലെ വാഹനങ്ങൾക്കെല്ലാം എൻജിൻ വിറ്റുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനായ കമ്പനിയാണ് ഫിയറ്റ് എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും ഫിയറ്റിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അങ്ങേയറ്റം തൃപ്തരാണ്. തന്നെയുമല്ല, പലരും അത് വിൽക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട്. ആദ്യകാലം തൊട്ട് തന്നെ, അതായത് നമ്മുടെ പ്രീമിയർ പത്മിനി കാലം തൊട്ട് തന്നെ ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമായ പേരാണ് ഫിയറ്റ് എന്നുള്ള ഇറ്റാലിയൻ കമ്പനിയുടെ പേര്. ആദ്യകാലത്ത് പ്രീമിയർ പത്മിനി വന്നു, അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് കമ്പനി അങ്ങ് നിന്നുപോയി. പിന്നീട് വീണ്ടും പ്രീമിയർ ഓട്ടോമൊബൈൽസുമായിട്ട് ചേർന്ന് ഫിയറ്റ് ഒന്നുകൂടി ഇന്ത്യയിൽ കാലുകുത്തി. അന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്ന മോഡലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള യൂനോ എന്ന ഈ ഒരു മോഡൽ. ഈ യൂനോ പ്രാന്ത് കുറേ പേർക്കുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു ഒരു കാലത്ത് യൂനോ പ്രാന്ത്. അങ്ങനെ ഞാൻ തപ്പി നടന്ന് കോട്ടക്കലിൽ നിന്നും, അവിടുത്തെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നൊരു സെക്കൻഡ് ഹാൻഡ് യൂനോ വാങ്ങിച്ച ഓർമ്മ എനിക്കുണ്ട്. ഡീസൽ എഞ്ചിനുള്ള മോഡലായിരുന്നു. ഗംഭീര വാഹനമായിരുന്നു. അതായത് ഇത്രയധികം സ്റ്റെബിലിറ്റിയും ഇത്രയും ഗംഭീരമായ സസ്പെൻഷനുമുള്ള ഒരു വാഹനവും ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മാസവും 5000 രൂപയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കേണ്ടി വരുമായിരുന്നു. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് പ്രധാനമായിട്ടും TVS ആയിരുന്നു ഫിയറ്റിൻ്റെ ഈ സർവീസൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. ഒരു മയവുമില്ലാതെ പൈസ വാങ്ങിക്കുമായിരുന്നു. അക്കാലത്ത് മാതൃഭൂമിയിൽ നിന്ന് എനിക്ക് 4000 രൂപ ശമ്പളം കിട്ടുമായിരുന്നെങ്കിൽ മാസം 5000 രൂപ ഈ വാഹനത്തിന് വേണ്ടി ഞാൻ ചിലവാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പാപ്പരായി എന്നുള്ളത് മാത്രമാണ് അക്കാലത്ത് യൂനോ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം. പക്ഷേ ഇപ്പോഴും യൂനോ ഗംഭീരമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂനോ ആ തരത്തിലുള്ളതാണ്. റോക്കി എന്ന നമ്മുടെ സുഹൃത്തിൻ്റെ വാഹനമാണിത്. ഇദ്ദേഹത്തിൻ്റെ ഒരു 118 NE നമ്മളൊരിക്കൽ റിവ്യൂ ചെയ്തിരുന്നു, ഈ ഒരു നൊസ്റ്റാൾജിയ എന്ന സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തി. അപ്പോൾ റോക്കിയുടെ വാഹനം തന്നെയാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ള യൂനോ. അപ്പോൾ യൂനോ എന്ന ഈ ഒരു പഴയകാല പരിഷ്കാരിയെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. ആയിരത്തി 1990 തൊട്ട് 2000 വരെയായിരുന്നു യൂനോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ കാലം കൊണ്ട് നിങ്ങൾ വിചാരിച്ചേക്കാം വളരെ ഇഷ്ടപ്പെട്ട വാഹനമായതുകൊണ്ട് ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റുവെന്ന്. പക്ഷേ അങ്ങനെയല്ല. അധികം യൂണിറ്റൊന്നും വിൽക്കുകയുണ്ടായില്ല. എന്ന് തന്നെയുമല്ല, ഈ വാഹനത്തെപ്പറ്റി നമ്മൾ നെറ്റൊക്കെ പരതുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുക. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ വാഹനം വരുന്നുവെന്ന് കേട്ടപ്പോൾ, അതായത് ആദ്യകാല പ്രീമിയർ പത്മിനി അരങ്ങൊഴിഞ്ഞ് പോയതിന് ശേഷം ഈ വാഹനം ഫിയറ്റ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നത് യൂനോ എന്ന വാഹനവുമായിട്ടാണ് എന്ന് കേട്ടപ്പോൾ തന്നെ 3 ലക്ഷം ബുക്കിംഗാണ് ഇന്ത്യയിൽ കിട്ടിയത്. അവിശ്വസനീയമായ ബുക്കിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇപ്പോൾ പോലും ഒരു വാഹനം വരുന്നുവെന്ന് കേട്ടാൽ 3 ലക്ഷം ബുക്കിംഗ് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അതൊന്നും ഫിയറ്റിന് കൊണ്ടു നടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയേണ്ടത്. അക്കാലത്ത് ഫിയറ്റിൻ്റെ മഹാരാഷ്ട്രയിലെ കുർള പ്ലാന്റിൽ വലിയ സമരം ഉണ്ടാവുകയും ഈ 3000 ബുക്കിങ്ങിൽ 617 യൂണിറ്റ് മാത്രം ഡെലിവറി ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും യൂനോ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്നു. കുറേയൊക്കെ വിറ്റുപോയെങ്കിൽ പോലും ഒരിക്കലും ഒരു ഗംഭീര വിജയമായില്ല. അക്കാലത്ത് മാരുതി 800 പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു വാഹനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ പേരൊന്നും നിലനിർത്താൻ കഴിയാതെ അന്ത്യശ്വാസം വലിക്കുകയാണ് യൂനോ ചെയ്തത്. അതിനുശേഷമാണ് ഫിയറ്റിൻ്റെ ജീവിതത്തിലെ 3ാം ഘട്ടം ആരംഭിക്കുന്നത്. അത് പാലിയോ, സിയന തുടങ്ങിയ കുറച്ചുകൂടി വിറ്റുപോയ വാഹനങ്ങളുമായിട്ട് ഫിയറ്റ് കുറേ കാലം കൂടി ഇന്ത്യയിൽ നിലനിൽക്കുകയുണ്ടായി. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയാനുണ്ട്, ഇത് ലോക വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണെന്നുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ പഴയ റഷ്യയിൽ പോയാലും, പഴയ റഷ്യ എന്ന് വെച്ചാൽ റഷ്യയുടെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ പോയാലും യൂറോപ്പിലൊക്കെ ആയാലും ഇപ്പോഴും ഇഷ്ടം പോലെ യൂനോകൾ നിങ്ങൾക്ക് കാണാം. കാരണം അത്രയധികം ജനപ്രിയ മോഡലായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട 8ാമത്തെ മോഡലാണ് ഇതെന്നാണ് പറയേണ്ടത്. 88 ലക്ഷം ഫിയറ്റ് യൂനോകളാണ് ലോകത്തിൽ പല ഭാഗങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ ഇദ്ദേഹത്തിൻ്റെ ഒരു ജനപ്രീതിയുടെ കാര്യം. എന്താണ് ഈ വാഹനത്തെ ഇത്രയധികം ജനപ്രിയമാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമാണ് എനിക്ക് പറയാനുള്ളത്. ഇൻറ്റീരിയർ സ്പേസാണ്. ഈ കാണുന്ന വലിപ്പമൊന്നും കണക്കാക്കേണ്ട, ഇൻറ്റീരിയറിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. 3 എഞ്ചിൻ ഓപ്ഷൻസാണ് ഇന്ത്യയിൽ ഈ വാഹനത്തിനുണ്ടായിരുന്നത്. ഒരു 1.2 ലിറ്റർ ഡീസൽ, ഒരു 1.2 ലിറ്റർ പെട്രോൾ, പിന്നെ ഒരു 1 ലിറ്റർ ഗംഭീരമായ പവറുള്ള ഒരു ഫയർ എന്ന പേരിട്ട ഒരു പെട്രോൾ എഞ്ചിനുള്ള മോഡലും. ആ മോഡലാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അധികം വിറ്റുപോയത് ഡീസലാണെന്നുള്ള കാര്യത്തിലും സംശയമില്ല. 3690 മില്ലിമീറ്റർ നീളവും 2630 മില്ലിമീറ്റർ വീൽ ബേസുമുള്ള ഒരു വാഹനമാണിത്. 13 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരുന്നത്. 83 തൊട്ട് ലോക വിപണിയിൽ ഈ വാഹനമുണ്ട്. ഇന്ത്യയിൽ വന്നത് 90-ലാണ് എന്ന് മാത്രമേ ഉള്ളൂ. 84-ലെ വേൾഡ് കാർ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡ് വാങ്ങിച്ച കക്ഷിയാണ് ഈ കിടക്കുന്നത്. പക്ഷേ അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രൂപം എന്നൊന്നും പറയാനില്ല കേട്ടോ. പക്ഷേ രസമുണ്ട്. ഇപ്പോൾ പോലും ഒരു കാലികമായ രൂപം തന്നെയാണ് വിളിക്കേണ്ടത്. അങ്ങേയറ്റം എയറോഡൈനാമിക് ആയിരുന്നു എന്നുള്ളത് ആ കാലത്ത് ഈ വാഹനം ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കിയ മറ്റൊരു കാര്യമാണ്.
മനോഹരമായ മുൻഭാഗം എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിളിക്കുക. കാരണം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. തന്നെയല്ല, അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ ഡിസൈൻ കമ്പനിയായിരുന്ന ഇറ്റാൽ ഡിസൈനിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഭംഗിയൊക്കെ ഇതിൽ തീർച്ചയായിട്ടും ഉണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ചതുരാകൃതിയിലുള്ള ഹെഡ് ലാമ്പാണ് നമ്മൾ കാണുന്നത്. അതിനോട് ചേർന്ന് ഈ ഒരു വളഞ്ഞ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഗ്രില്ലിൻ്റെ ഭാഗത്ത് കാണുന്നത് 2 വരകൾ മാത്രമാണ്. അതിൻ്റെ നടുവിൽ 4 വര ഇങ്ങനെയും കൊടുത്തിരിക്കുന്നു. ഫിയറ്റ് എന്നുള്ള ബാഡ്ജിങ് ആണ് ഈ ഭാഗത്ത് കാണുന്നത്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ബോണറ്റാണ്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് നോക്കുമ്പോൾ വിസിബിലിറ്റി അപാരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഭാഗത്തൊരു ചെറിയ എയർ ഡാം കാണാം. വലിയ ഒരു ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് മുൻഭാഗത്ത് ഡിസൈനിൻ്റെ കാര്യം പറയുന്നത്. ചെറിയ പവർ ലൈൻ എന്ന് വിളിക്കാവുന്നൊരു കാര്യം ബോണറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ക്ലാഡിങ് പോലൊരു ഭാഗമാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് എയർ ഇൻടേക്ക് ഈ ഭാഗത്ത് ഉള്ളിലേക്ക് എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ വൈപ്പറാണെന്നുള്ള അന്നത്തെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. അത് പലർക്കും വളരെ കൗതുകമുള്ള കാര്യമായിരുന്നു. ഇപ്പോഴും പല വാഹനങ്ങൾക്കും 2 വൈപ്പർ ഉള്ളപ്പോൾ ഇതിന് അന്നേ സിംഗിൾ വൈപ്പറായിരുന്നു. സൈഡിലേക്ക് വരുമ്പോൾ, വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് ചെറിയ ടയറാണെന്നുള്ളതാണ്. അതായത് ഈ വാഹനത്തിന് വലിപ്പമായിട്ട് ചേരാത്ത രീതിയിൽ ചെറുതാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ 45 എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇത് ഈ ഒരു ഫയർ എന്ന എഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഉരുണ്ട ഒരു ടേൺ ഇൻഡിക്കേറ്റർ സൈഡിലും കൊടുത്തിരിക്കുന്നു. വളരെ ചെറിയ സൈഡ് വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ചെറിയൊരു ക്ലാഡിങ് മുൻഭാഗത്തിൻ്റെ തുടർച്ച പോലെ നീളുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെയാണെങ്കിലും ചെറിയ കട്ടുകളും ബോഡി ലൈനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പവർ തോന്നുന്നുണ്ട് ഈ വാഹനത്തിന്. ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു വശക്കാഴ്ചയാണ്. അതായത് മനോഹരമായ ഒരു സൈഡാണിത്. വളരെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്തൊരു വാഹനം പോലെ നമുക്ക് തോന്നും. വെറുതെ വരച്ച് വെച്ച പോലത്തെ ഒരു ഡിസൈനാണ്. മുൻഭാഗം നീണ്ടു നിൽക്കുന്ന ബാക്കിൽ ഹാഷ് ബാക്കിൻ്റെ ഒരു കട്ടോട് കൂടിയ ഒരു ഡിസൈൻ എന്നല്ലാതെ ഒന്നും പറയാനില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ കുറേയൊക്കെ കാലികമായ ഡിസൈനാണെന്ന് പറയാം. വളരെ വലിയ ഗ്ലാസ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫയർ എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് കാണാം. ഇപ്പോഴത്തെ വാഹനങ്ങളെ ടർബോ പെട്രോൾ എഞ്ചിനെ പോലെയുള്ള ഒരു എഞ്ചിനെന്ന് വിചാരിച്ചാൽ മതി. അന്ന് അത്രയധികം പോപ്പുലറായിരുന്നു. 1.2 ലിറ്റർ പെട്രോൾ എന്നുള്ള കാലത്താണ് ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ വന്നത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ഈ ഒരു ഡോർ ഹാൻഡിലാണ്. ഇങ്ങനെ പഴയ രീതിയിലാണല്ലോ, കാരണം പഴയ വാഹനമാണല്ലോ. ഇങ്ങനെ പ്രസ് ചെയ്താണിത് തുറക്കുന്നത്. അത് സൈഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്യൂൽ ടാങ്ക് കൊടുത്തിരിക്കുന്നു. സാമാന്യം വലിയൊരു കോർണർ ഗ്ലാസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കൃത്യമായൊരു ഹാഷ് ബാഗിൻ്റെ രൂപത്തിലേക്കാണ് മാറുന്നതെന്ന് പറയാം. പിൻഭാഗത്തിൻ്റെ കാര്യത്തിൽ വളരെ രസകരമായൊരു പിൻഭാഗമല്ലേ, വലിയ ഗ്ലാസ് ഏരിയയാണ്. പക്ഷേ ഈ ഭാഗമൊക്കെ ബോഡി പാനലൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. യൂനോ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. അതുപോലെ ഒരു പ്രത്യേകതയും ഇല്ലാത്ത രീതിയിലുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ചെറിയ ക്ലാഡിങ് ഒക്കെ ഇവിടെയും കാണാം. ഫിയറ്റ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. താഴേക്ക് വരുമ്പോൾ 2 തട്ടുകളായിട്ടുള്ള ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതൊക്കെ വളരെ പക്ക യൂറോപ്യൻ ഇറ്റാലിയൻ എന്നേ പറയാനുള്ളൂ. അതിമനോഹരം എന്നൊന്നും അല്ല വിളിക്കേണ്ടത്. ഇത് നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് തുറന്ന് കാണാം. 270 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വലിയൊരു ഇതൊരു പഴയ സ്പീക്കർ എന്താ ഫിറ്റ് ചെയ്ത സംഭവമാണ് ഇവിടെ കിടക്കുന്നത്, റോക്കിയുടെ വക. എന്തായാലും മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ആയിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ ഈ വാഹനമുള്ള കാലത്ത് കുറേ ദീർഘദൂര യാത്രകൾ നടത്തിയിട്ടുണ്ട്. കാരണം എനിക്കന്ന് 18 കിലോമീറ്ററോളം മൈലേജ് കിട്ടുമായിരുന്നു ഡീസലിൽ. അത് മോശമല്ലായിരുന്നു. അതിനുശേഷം നേരെ TVS കൊണ്ടുപോയി 5000 രൂപയ്ക്ക് പണിയേണ്ടി വരുമായിരുന്നെങ്കിലും ഓടുന്ന കാര്യത്തിൽ ലാഭകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ധാരാളം അത് ഓടിച്ചിട്ടുണ്ട്. പിന്നീട് അത് വിറ്റപ്പോഴും എനിക്ക് തോന്നുന്നു 1,30,000 രൂപ എന്തോ എനിക്ക് കിട്ടി. ഞാൻ വാങ്ങിച്ചത് 2 ലക്ഷത്തിനാണെന്നാണ് എൻ്റെ ഓർമ്മ. 1,35, 2-2.5 വർഷം കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ചിട്ട് വിറ്റു. അത് ആ കാലത്ത് ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ ഓർമ്മ എനിക്കുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പാഠപുസ്തകമാക്കേണ്ടതാണ്. അത് ഈ വാഹനം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ലോൺ എടുത്തിരുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന് ലോൺ എടുത്ത് മഹീന്ദ്ര ഫിനാൻസിൽ നിന്നായിരുന്നു. മഹീന്ദ്ര ഫിനാൻസ് മാത്രമേ അന്നൊക്കെ നമുക്ക് ലോൺ തരുള്ളൂ. എന്നാൽ കൊള്ളാവുന്ന ബാങ്കൊന്നും തരില്ല. ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്ത് വണ്ടിയുടെ ബുക്ക് അവർ കൊണ്ടുപോകുമല്ലോ. അന്നൊക്കെ ബുക്ക് പൂർണ്ണമായിട്ട് അവർ കൊണ്ടുപോകും, കോപ്പി തരുള്ളൂ. അതുകൊണ്ട് അവർ പോയി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ഞാനിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതെ ബുക്ക് ഇവിടെ ഇല്ല, ബുക്ക് നിങ്ങൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ബുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇല്ല, ബുക്ക് നിങ്ങൾ തന്നിട്ടില്ല, ബുക്ക് വാങ്ങിക്കാതെയാണ് നമ്മൾ അന്ന് ലോൺ തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ പ്രാന്തായി. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു മഹീന്ദ്ര ഫിനാൻസ്, മഹീന്ദ്ര എന്ന കമ്പനിയുടെയൊക്കെ ഒരു ഡിവിഷനാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വിശ്വസിച്ചാണെന്ന് ബുക്കൊക്കെ കൊടുത്തത്. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന മാനേജറെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം മഹീന്ദ്ര ഫിനാൻസ് തന്നെ ഉണ്ടായിരുന്നെങ്കിലും വേറൊരു ഡിവിഷനിലേക്ക് വരുന്നു. ഞാൻ വെറുതെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോൺ റെക്കോർഡ് ചെയ്തു. ഞാൻ ചോദിച്ചു, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ ഞാൻ ലോൺ ക്ലോസ് ചെയ്യണം. ആണോ സാർ, വളരെ സന്തോഷം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വണ്ടിയുടെ ബുക്ക് അന്ന് നിങ്ങളല്ലേ വാങ്ങിച്ചു വെച്ചാൽ? അതേ ബുക്ക് ഞാനാണ് വാങ്ങിച്ചു വെച്ചത്, അതവിടെ ഉണ്ടാവുമല്ലോ, അത് എടുത്ത് തരാൻ വേണ്ടി സാറിന് ചോദിച്ചാൽ അവർ തരും എന്ന് പറയും. ഇത്രയും സാധനം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം എനിക്ക് ആ ബുക്ക് തിരിച്ച് കിട്ടി. അതായത്
അതിനുശേഷം ഞാൻ വിളിക്കുന്നവരോടൊക്കെ ആ ബുക്കുണ്ടോ ഇല്ല ബുക്കില്ല, നിങ്ങളുടെ അന്നത്തെ മാനേജർ പറഞ്ഞ റെക്കോർഡിങ് ഞാൻ കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് ഇത് കേൾപ്പിക്കും. അങ്ങനെ ഞാൻ ആ റെക്കോർഡിങ് ചെയ്തു വെച്ചു. റെക്കോർഡിങ് ചെയ്തു വെച്ചുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് മറ്റൊരു പുതിയ വാഗണാർ കിട്ടിയെന്നുള്ളതാണ്. ആ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സാധനം റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം വിളിക്കുന്നവരൊക്കെ ഞാൻ പറയും, നിങ്ങളുടെ ഈ ഒരു മാനേജറാണ് ഈ ബുക്ക് വാങ്ങിച്ചു വെച്ചത്, അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് കേട്ടോളാൻ പറഞ്ഞത് കേൾപ്പിക്കും. അവസാനം ഗത്യന്തരമില്ലാതെ ഇവർ സമ്മതിച്ചു, ബുക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷേ ബുക്ക് കാണാതെ പോയി മഹീന്ദ്ര ഫിനാൻസിൻ്റെ പക്കൽ നിന്ന്. അതാണ് സംഭവിച്ചത്. അതിനുവേണ്ടിയാണ് ആദ്യം നുണ പറഞ്ഞത്, ഞാൻ ബുക്ക് കൊടുത്തിട്ടില്ലായിരുന്നു എന്ന്. അവസാനം ഇത് കോടതിയിലെത്തും, ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, സാർ ഇതിന് പകരം മറ്റൊരു വാഹനം തരാമെന്ന്. അപ്പോൾ അന്ന് ഫിയറ്റ് യൂനോ നിന്ന് പോയല്ലോ, വേറെ ഏത് വാഹനം വെച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുപോലെ CC പിടിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾ കുറേ എണ്ണം കിടക്കുന്നുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം നോക്കി സെലക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ഇവർ യാടിപ്പോയിട്ട് അവിടെ വെച്ച് അവർ കുറേ വണ്ടി കാണിച്ചു തന്നിട്ട് ഇതിലേതെങ്കിലും നോക്കി സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാഗണാർ സെലക്ട് ചെയ്തു. ഈ വാഗണാർ വലിയ പഴക്കമൊന്നുമില്ലാത്ത സാമാന്യം പുതിയൊരു വാഗണാറായിരുന്നു. ആ വാഗണാർ എനിക്ക് പകരം തരികയാണ് ഉണ്ടായത്. അങ്ങനെ വലിയൊരു തട്ടിപ്പിൻ്റെ കഥ അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നു. ഞാനിത് റെക്കോർഡ് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള ടാറ്റ ഫിനാൻസ്, മഹീന്ദ്ര ഫിനാൻസ് എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സംഭവം, പിന്നീട് ഈ ടാറ്റ ഫിനാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇതേ സംഭവം ഉണ്ടായി. എൻ്റെ ടാറ്റ നാനോയുടെ കാര്യത്തിൽ അതും വഴക്കിലാണ് അവസാനിച്ചത്. അപ്പോൾ അത്തരം കമ്പനികളായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം മറ്റൊരു കഥ കൂടെ, ഇതിനൊരു തുടർച്ച കൂടിയുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ വാഹനം എൻ്റെ ഫ്രണ്ടിന് വിറ്റിരുന്നു. വിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഈ ബുക്ക് അവന് കൊടുക്കാൻ വേണ്ടി അന്വേഷിച്ചത്. അവസാനം ഞാൻ ഈ പറഞ്ഞ എനിക്ക് പകരം കിട്ടിയ വാഗണാർ എൻ്റെ ഫ്രണ്ട് ഞാൻ കൊടുത്തു. അതവൻ ഓടിച്ചു പോകുന്ന വഴി വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ടോട്ടൽ ലോസായി. പിന്നെ ആ വാഹനത്തിന് പകരം പുതിയ വാഹനം മാരുതി കൊടുത്തു. ഇങ്ങനെ ഒരു വലിയ കഥയാണ് എൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത് ഉപയോഗിച്ചിരുന്ന കാലത്ത് ഞാൻ വളരെ സന്തോഷമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു വാഹനമാണ്. ഈ സർവീസിൻ്റെ കോസ്റ്റ് മാത്രമായിരുന്നു എനിക്ക് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എനിക്ക് നൊസ്റ്റു അടിക്കുന്നു. നൊക്ലാജിയ എന്ന് പറയുന്നത് ദീർഘകാലം ഈ വാഹനം ഓടിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ കയറിയിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അന്ന് ആ വാഹനത്തിൽ എനിക്ക് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിലൊന്ന് ഈ സീറ്റാണ്. സീറ്റിൻ്റെ കുഷനിങ് എന്ന് പറയുന്നത് അമേസിങ് ആണെന്നാണ് പറയേണ്ടത്. നല്ല രസമുള്ള ഫാബ്രിക്കുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം അന്ന് തന്നെ ആകർഷിച്ചിരുന്നത് ഈ ഹെഡ് റെസ്റ്റാണ്. ഈ ഹെഡ് റെസ്റ്റിൻ്റെ രൂപം എന്ന് പറയുന്നത് വളരെ രസകരമല്ല. ഇത് രണ്ടും അന്ന് വളരെ ആകർഷിച്ച ഘടകമാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സീറ്റിംഗ് കംഫർട്ടാണ്. കുറച്ച് താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ പോലും രസമായിട്ട് ഇരുന്ന് പോകാം. തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെരിഞ്ഞിറങ്ങുന്ന ബോണറ്റ് ആയതുകൊണ്ട് വിഷ്വലി ഒരു തടസ്സങ്ങളും ഇല്ലാത്തൊരു രീതിയാണ്. ഡാഷ്ബോർഡിലേക്ക് വന്നാൽ ഇപ്പോഴും മോശമല്ലാത്ത ഡാഷ്ബോർഡ് എന്നാണ് പറയുന്നത്. ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഈ ഫിയറ്റിൻ്റെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു കുറ്റവും പറയാനില്ലാത്തതാണ്. അതേപടി നമുക്ക് ഈ വാഹനത്തിൽ കാണാം. ഇത് ഓടിച്ചു പോകുമ്പോൾ 100-120 ഹൈവേയിലൊക്കെ പോകുമ്പോൾ എന്തൊരു സ്റ്റെബിലിറ്റിയാണെന്ന് പറയുന്നത്. അവർ ഈ വാഹനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് AC വെൻറ്റുകളൊക്കെ ചതുരാകൃതിയിൽ സാധാരണ മട്ടിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇത് AC-യുടെ സ്വിച്ചുകളും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒരു പരമ്പരാഗത രീതി എന്നാണ് പറയേണ്ടത്. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരിക്കും. ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് സാധനങ്ങൾ ധാരാളം ഇട്ടുകൊണ്ട് നമ്മളൊക്കെ പോകുമായിരുന്നു. പക്ഷേ അതൊട്ടും സേഫ് അല്ല. കാരണം ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ച സാധനമെല്ലാം നമ്മുടെ മുഖത്തേക്ക് വന്നാണ് അടിക്കാനുള്ള സാധ്യത. തരക്കേടില്ലാത്തൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയ തട്ട് വേറെയും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ സ്പീക്കറാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 1-2 ചെറിയ സ്വിച്ചുകൾ, ഈ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് പോലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഗിയർ ലിവർ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്ക്. സ്പേസ് ഇത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കി എന്തുമാത്രം സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്തെ സ്പേസിൻ്റെ ഒരു ആധിക്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ താഴ്ന്ന പൊസിഷനുള്ളൊരു വാഹനമാണെങ്കിൽ പോലും ഹൈറ്റ് മോശമല്ല, ഈ ഹെഡ് സ്പേസ് ഒന്നും ഒട്ടും മോശമല്ല. അതുപോലെ തന്നെ ഷോൾഡർ സ്പേസ്, ഈ രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു ബന്ധവുമില്ലാതിരുന്ന് ഓടിച്ചു, അത്രയും വിശാലമായ സ്പേസ് ഉണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ യാതൊരു കാര്യങ്ങളുമില്ല. ഇപ്പോഴത്തെ പുതിയ തരം സ്റ്റിയറിംഗ് വീലുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല എന്ന് പറയാം. കാരണം സ്വിച്ചുകളും അങ്ങനെയൊന്നും കാണാനില്ല. പക്ഷേ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, അന്ന് ഇതും ഒരു കൗതുകമായിരുന്നു. ഇത്രയും സ്പോക്കുകളൊന്നും സ്റ്റിയറിംഗ് വീലുള്ള കാലമല്ല.
അതുപോലെ തന്നെ ഈവൻ ഈ ഒരു സ്വിച്ച് ഗിയറുകളുടെ പോലും നിലവാരം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. ഇൻഡിക്കേറ്ററിൻ്റെയും മറ്റും ലിവറുകളുടെ ആ ഒരു നിലവാരം പോലും. മറ്റൊരു കാര്യം അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, ഇത്രയും വലിയൊരു ഒരു മീറ്റർ കൺസോൾ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്രയും വലിയ കൺസോൾ ഉണ്ടാകാറില്ല. വലിയ ഡയലുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അത് വൈറ്റ് നിറത്തിലേക്ക് കൊടുത്ത് അത് വളരെ ഭംഗിയുള്ള കാര്യമായിരുന്നു. ഇത് സൈഡ് മിറേഴ്സിൻ്റെ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയാണ് ഈ ഒരു വടി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഈ ഭാഗത്തുനിന്ന് പറയാനില്ല. എന്തായാലും വിസിബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ, മോശമല്ലാത്ത വിസിബിലിറ്റി ഈ ഭാഗത്തുനിന്നുണ്ട്. തന്നെയല്ല, നിർമ്മാണ നിലവാരവും സ്പേസുമാണ് നമ്മളെ ഇവിടെ കൂടുതൽ ആകർഷിക്കുക. ഈവൻ ഈ സൈഡിൽ കണ്ടില്ല, ഈ ഡോർ ഹാൻഡിലിൻ്റെ ഈ ഒരു ഗ്രിപ്പ് പോലും എത്ര രസകരമാണ്, എത്ര ടൈറ്റാണ്, എത്ര നിലവാരമുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാണുക. അതുപോലെ അന്നത്തെ മോഡലിൽ ഉണ്ടായിരുന്നു സെൻട്രൽ ലോക്ക്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പഴയ മട്ടിലുള്ള സെൻട്രൽ ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പിൻഭാഗത്തേക്ക് ഒന്ന് കയറിയിരിക്കാം. പിൻഭാഗത്തിരിക്കുമ്പോൾ മുൻഭാഗത്തിനേക്കാളും ഹൈറ്റ് ഉണ്ട് ഈ സീറ്റിന്. അതിന് കാരണം നല്ല തൈ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യമാണ്. സുഖമായിട്ടിരിക്കാം. ഒരു ബെഞ്ച് സീറ്റാണെങ്കിൽ പോലും ഇത്രയധികം കുഷ്യനിങ് ആണ്. അത് ഈ വാഹനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ്. 2 സീറ്റും ഏകദേശം പുറകോട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും ഇത്രയധികം സ്പേസ് നമുക്കിവിടെ പറയാനുണ്ട്. ആംറെസ്റ്റും അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളരെ വിശാലമായി ഡോർ തുറന്ന് അങ്ങനെ കയറുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഡോർ പാഡിൽ ഒരു മിഠായി പോലും വെക്കാനുള്ള സ്ഥലമില്ല. പക്ഷേ ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പവർ വിൻഡോ ഒന്നുമല്ല, നമ്മൾ തിരിച്ച് വേണം ഈ ഗ്ലാസ് കയറ്റാനെന്നുള്ള മറ്റൊരു കാര്യം. അതുപോലെ ഇവിടെ വിശാലമായ ഒരു പാഴ്സൽ ട്രേ കൊടുത്തിരുന്നു. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വലിയൊരു കോർണർ ഗ്ലാസ് അതും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. 5 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന വാഹനമായിരുന്നു. അതും സീറ്റിൻ്റെ ഈ ഒരു കുഷനിങ് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു യാത്ര ഈ വാഹനം തന്നിരുന്നു. ഫിയറ്റ് യൂനോ ഓടിക്കുമ്പോൾ വീണ്ടും നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ അടിക്കുന്നു. കാരണം എത്രയോ വർഷം, 2-2.5 വർഷം ഞാൻ കൊണ്ടുനടന്ന വാഹനമാണ്. പക്ഷേ ഡീസലായിരുന്നു. ഡീസൽ കുറേ കൂടി ഹെവി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിനും ഹെവിനെസ്സിന് തീരെ കുറവൊന്നുമില്ല. ആ എൻജിൻ്റെ ഒരു വെയിറ്റ് അല്പം കുറഞ്ഞത് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ വാഹനത്തിന് AC ഇല്ലാതെ നമ്മൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടാണ് ഓടിക്കുന്നത്. കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. സീറ്റിംഗ് പൊസിഷനും സീറ്റിൻ്റെ കംഫോർട്ടുമാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. നല്ല സുഖമാണ് ഓടിച്ചു പോകാൻ. ഈ വെയിറ്റ് എന്ന് പറയുന്ന സംഭവം മൊത്തം റോഡ് ഗ്രിപ്പായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര സ്പീഡിൽ എങ്ങനെ ഓടിച്ചു പോയാലും യാതൊരു അനക്കവുമില്ല. അത് ഈ ഒരു മോഡലിൻ്റെ മാത്രമല്ല, ഫിയറ്റിൻ്റെ ഏതൊരു മോഡലിൻ്റെയും പ്രത്യേകതയാണ് ഈ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിയറ്റ് ഉപയോഗിച്ചിരുന്നവരൊക്കെ അതിനുശേഷം മറ്റേ ജാപ്പനീസ് വാഹനങ്ങളൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് ഇല്ല എന്ന് സങ്കടപ്പെടുന്നത്. അത് ലീനിയ ആയാലും പാലിയോ ആയാലും അങ്ങനെ ഏത് പ്യുണ്ടോ ആയാലും ഏത് വാഹനം നോക്കിയാലും ആ വെയിറ്റാണ് ഒരു USP ആയിട്ട് പറയാവുന്ന കാര്യം. പിന്നെ ഏറ്റവും മികച്ച എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഫിയറ്റ്. അതുകൊണ്ടാണ് ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ മാരുതിയുടെയും ടാറ്റയുടെ എല്ലാ മോഡലുകളും ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ എമിഷൻ നോംസ് ഒന്ന് ശക്തമായപ്പോൾ അത് പോയെങ്കിൽ പോലും 2 ലിറ്റർ എഞ്ചിനൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് മൾട്ടിജെറ്റ് എഞ്ചിനുകൾ. ഫിയറ്റിന് സ്വന്തമായിട്ട് പക്ഷേ എന്തുകൊണ്ടോ വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മിസ്മാനേജ്മെൻറ്റാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പെട്രോൾ എഞ്ചിനാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ ഈ വാഹനം കാണിച്ചപ്പോൾ സൈഡിൽ 45 എന്ന് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ BSP ആണ്. ഞാൻ അതിനെപ്പറ്റി പിന്നീടാണ് മനസ്സിലാക്കിയത്. 45 BSP പെട്രോൾ എഞ്ചിൻ, 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിലുള്ളത്. മറ്റൊരു പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നത് 1.2 ലിറ്ററാണ്. ഇത് കുറച്ചുകൂടി പവർഫുള്ളും കുറച്ചുകൂടി ടോർക്കിയുമായ എഞ്ചിനാണ്. അതുകൊണ്ടാണ് ഇതിന് ഫയർ എന്നൊക്കെ പേരിട്ട് അന്ന് വിറ്റത്. പക്ഷേ അധികമൊന്നും വിൽക്കാൻ സാധിച്ചില്ല എന്നുള്ള വേറൊരു കാര്യം. അതിലൊക്കെ ഉപരി, എഞ്ചിനിലൊക്കെ ഉപരി ഇതിൻ്റെ സേഫ്റ്റി സൈഡാണ് ജനങ്ങളെ ആകർഷിച്ചെന്ന് തോന്നുന്നു. അങ്ങേറ്റ സേഫാണ് എല്ലാ തരത്തിലും. ഇപ്പോൾ എയർ ബാഗ് പോലുള്ള കാര്യങ്ങളൊന്നുള്ള കാലത്തല്ല ഈ വാഹനമുള്ളത്. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ നമ്മളെപ്പോഴും എല്ലാ വാഹനങ്ങളുടെയും വെയിറ്റും അതുപോലെ തന്നെ ബോഡിയുടെ ഒരു സ്ട്രെങ്തും ഒക്കെയാണ് നോക്കിയിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്പർ 1 ആണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഈ വാഹനത്തിന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒന്നും വന്നിരുന്നില്ല. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഷിഫ്റ്റുകളൊക്കെയാണ്. ഞാനിപ്പോൾ 5th ഗിയറിലാണ് പോകുന്നത്. 5th ഗിയറിലൊക്കെ നല്ല പവർ ഇങ്ങനെ ഇരച്ച് നിൽക്കുന്നുണ്ട്. തന്നെയല്ല കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണെന്നുള്ളതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ല
രസമുണ്ട്. തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 13 ഇഞ്ച് ടയേഴ്സ് ആണെങ്കിൽ പോലും ടയേഴ്സ് ചെറുതാണെന്നൊരു തോന്നൽ ഡ്രൈവിൽ നമുക്ക് ഒട്ടും തോന്നിപ്പിക്കുന്നില്ല. പിന്നെ ഈ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. 44 BHP ആണ് മാക്സിമം പവർ. 5250 RPM കിട്ടുന്നത്. മാക്സിമം ടോർക്ക് 80 Nm ആണ്. അത് 2750 RPM കിട്ടുന്നത്. പിന്നെ ഫയർ എന്ന് പറയുന്ന ഈ എഞ്ചിന് ഒരു എഞ്ചിൻ്റെ സ്പെക്ക് തന്നെയാണ് ആ ഒരു ഷോർട്ട് ഫോമിൽ പറയുന്നത്. അത് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് റോബോട്ടൈസ്ഡ് എഞ്ചിൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഫയർ എന്നുള്ളത്. അപ്പം വെറുതെ പറയുന്നതല്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഇത് 85 തൊട്ട് ഈ ഒരു എഞ്ചിൻ വിപണിയിലുണ്ട്. ഇന്ത്യയിൽ വന്നപ്പോൾ ഏതാണ്ട് ഈ വാഹനം നിന്ന് പോകുന്നതിൻ്റെ ആ ഒരു ഏകദേശ സമയത്താണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് 1697 cc ഡീസൽ എഞ്ചിനാണ്. അത് 58 BHP എഞ്ചിനായിരുന്നു. 100 Nm മാക്സിമം ടോർക്ക്. 2900 RPM മാക്സിമം ടോർക്ക് ലഭിച്ചിരുന്നത്. 15 km/ലിറ്റർ ആണ് ഏകദേശമൊക്കെ ആ ഒരു മോഡലിന് കിട്ടിയിരുന്ന മൈലേജ്. പക്ഷേ പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ 12 km കമ്പനി വാഗ്ദാനം ചെയ്തിരുന്ന മൈലേജ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സസ്പെൻഷനാണ്. മക്ഫേഴ്സൺ സ്ട്രട്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ, അതുപോലെ തന്നെ ട്വിസ്റ്റ് ബീം റിയർ സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ടെലിസ്കോപ്പിക് ഡാമ്പേഴ്സും കോയിൽ സ്പ്രിങ്ങുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഈ വാഹനത്തിൻ്റെ വെയിറ്റും കൂടി ആകുമ്പോൾ ഓടിച്ചു പോകാൻ അതീവ രസകരമാണ്. ഫിയറ്റ് യൂനോ ആദ്യകാലത്ത്, അതായത് തുടക്കത്തിൽ വിറ്റത് എത്ര രൂപയ്ക്കാണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് 30,000 രൂപ 40,000 രൂപയ്ക്ക് ഡിസ്കൗണ്ടിൽ വിറ്റിരുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ കാലത്തൊക്കെ ഏറ്റവും പുതിയ മാരുതിയുടെ വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വിൽപ്പന കുറവ് നടത്തിയത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, ഫിയറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു കേസ് നടന്ന സമയത്ത് ഈ യൂനോയെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ ഫിയറ്റിന് റിവീൽ ചെയ്യേണ്ടി വന്നു. അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാഹനം വിറ്റിരുന്നത് 100% നഷ്ടത്തിലാണെന്നുള്ള കാര്യമാണ്. കാരണം പൂർണ്ണമായിട്ടും ഈ വാഹനം ഇറക്കുമതി ചെയ്ത് വന്നതാണ്. അതായത് ഈ വാഹനത്തിൻ്റെ രൂപത്തിലല്ല, CKD, അതായത് നോക്ക് ഡൗൺ യൂണിറ്റായിട്ട് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് വിറ്റ സമയത്ത് 100% നഷ്ടത്തിലാണ് ഈ വാഹനം വിറ്റിരുന്നതെന്നാണ് കമ്പനി പറഞ്ഞത്. എന്നിട്ട് പോലും 30,000 രൂപയൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി. എന്നിട്ടും രക്ഷയുണ്ടായില്ല. യൂനോ എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ ലോകവ്യാപകമായിട്ട് 88 ലക്ഷം യൂണിറ്റുകൾ വിറ്റൊരു വാഹനം ഇന്ത്യയിൽ വളരെ മോശം സെയിൽ നേടിയത് സത്യത്തിൽ ഈ വാഹന വിദഗ്ധരെ അമ്പരപ്പിച്ചൊരു കാര്യമാണ്. 2010 വീണ്ടും ഈ വാഹനം ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ബ്രസീലിലാണ് ചെയ്തത്, വേറൊരു രൂപത്തിലൊക്കെ. പക്ഷേ അതും വലിയ ഹിറ്റൊന്നുമായില്ല. എങ്കിലും ലോകവ്യാപകമായിട്ട് നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും അധികം വിറ്റുപോയ 8ാമത്തെ മോഡലാണ് ഇതെന്നുള്ളത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അപ്പോൾ ഫിയറ്റ് യൂനോ ഓടിച്ചു നോക്കിയിട്ടില്ല, അതിലൊന്ന് ഓടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഈ വാഹനത്തിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡയമെൻഷൻസും ഇൻറ്റീരിയറിൻ്റെ സ്പേസും എല്ലാം തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും വളരെ പുതിയതുപോലെയല്ല ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം രസകരമായ ഡ്രൈവാണ് ഫിയറ്റ് യൂനോ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കിനി ഫിയറ്റ് യൂനോ ഓണറിനെ പരിചയപ്പെടാം. നിങ്ങൾക്ക് പരിചിതമായൊരു മുഖമായിരിക്കും ഇത്. റോക്കി നമ്മളുടെ ഈ ചാനലിൽ പ്രതിഷ്ഠപ്പെട്ട 118 NEയുമായിട്ടാണ്. ഒരു ഫിയറ്റിൻ്റെ ആളാണ് റോക്കി എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ 2 118 NE കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു യൂനോടെ വാങ്ങിച്ചിരിക്കുന്നു. അതുപോലെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, റോക്കി ചെയ്യുന്ന കാര്യവും കൗതുകമുള്ളതാണ്. കാരണം കംബോഡിയയിൽ കൃഷിയാണ്. എന്നാൽ പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൃഷി ചെയ്താൽ പോരെ? നടക്കില്ല, സമ്മതിക്കില്ല. അവിടെ എങ്ങനെയാണ് ശരിക്കും? നമ്മളിപ്പോൾ ഈ നോക്കുകൂലി, അതുപോലെ കർഷക തൊഴിലാളി സമരം അങ്ങനെയൊക്കെ ഉണ്ടോ? അവിടെ ഒരു ബുദ്ധിമുട്ടില്ല. അവർ നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. ആണല്ലേ? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സമരങ്ങളില്ല, കൊടികളില്ല, പിരിവില്ല, ഒന്നുമില്ല. അവിടെ ശരിക്കും ഒരു ദിവസം എത്ര രൂപ കൂലി വരും ഒരാൾക്ക് കൃഷിപ്പണിക്ക്? $7 $8. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ $5 ഉണ്ടായിരുന്നുള്ളൂ. 700 രൂപയൊക്കെ ഉള്ളൂ ഇപ്പോഴും, ആണല്ലേ? അതെ. അതുപോലെ ഇടയ്ക്ക് വീടി വലിക്കുക, ചായ കുടിക്കാൻ പോവുക, പിന്നെ ഒരു പരിപാടിയില്ല. മറ്റു തൊഴിലുറപ്പ് പദ്ധതിക്കാരി എന്നാലും ഒരുമിച്ച് വർത്തമാനം പറയാവുന്നില്ല. 7 മണി തൊട്ട് 11 മണി വരെ, പിന്നെ 1 മണി തൊട്ട് 5 മണി വരെ. അപ്പം നിങ്ങൾ എന്തായിരുന്നു കൃഷി പ്രധാനമായിട്ട് ചെയ്യുന്നത്? മഞ്ഞൾ മാത്രം. മഞ്ഞളാണ്. അതെ. അപ്പോൾ മഞ്ഞൾ നമ്മൾ അവിടുത്തെ വിപണിയിൽ തന്നെ വിൽക്കുകയാണോ അതോ വെളിയിലേക്ക് വിടുകയാണോ? 100% എക്സ്പോർട്ടാണ്. 100%. അത് അതിനുള്ള സഹകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയുണ്ട്? അവിടെ നിന്ന് പ്രത്യേകിച്ച്, കാരണം മഞ്ഞൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ളൂ, അതുകൊണ്ട് അവിടെ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് ഗുണങ്ങളൊന്നുമില്ല അവിടെ നിന്ന്. അതെ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ഒരു ചുവപ്പ് നാടയുണ്ടല്ലോ, എക്സ്പോർട്ട് പരിപാടിക്കൊക്കെ. അതൊക്കെ അങ്ങനത്തെ തടസ്സങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. കൈക്കൂലി ഉണ്ടോ? ഉണ്ട്. കൈക്കൂലി ഉണ്ട്. അതുകൊണ്ട് കാര്യം നടന്നോളൂ അല്ലേ? വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും രസമുള്ള കാര്യമാണ് മറ്റൊരു രാജ്യത്ത് പോയി കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. എത്ര വർഷമായി ഇപ്പോൾ നമ്മളവിടെ കൃഷി തുടങ്ങിയിട്ട്? 2008 ഫാദറായിട്ട് തുടങ്ങിയത്. അതെ. അത് ഞാൻ 2012 എത്തി. അപ്പോൾ നമുക്കവിടെ ഭൂമി വാങ്ങിക്കാൻ പറ്റുമോ അതോ ലീസാണോ? ലീസാണ്. അതെ. അപ്പോൾ ഈ ഫിയറ്റ് കൃഷി തുടങ്ങിയിട്ട് എത്ര കാലമായി?
ഫിയറ്റ് ഇപ്പോൾ ഒരു 2019 ഈ ഒരു ഫിയറ്റ് കൃഷി ആരംഭിച്ചത് അല്ലേ? ആദ്യം ചേട്ടൻ്റെ ഒരു വണ്ടിയുണ്ട് 71 പ്രസിഡന്റ്, ഫിയറ്റ് പ്രസിഡന്റ്. പിന്നെ ഞാൻ 118 തന്നെ എടുത്തു, പിന്നെ യൂനോ എടുത്തു, പിന്നെ ഒരു 118 തന്നെയും കൂടി എടുത്തു. ഇതിപ്പോൾ ഈ യൂനോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 118 എനിക്ക് മുമ്പേ വാങ്ങിക്കേണ്ട ഒരു വാഹനമായിട്ട് തോന്നിയിട്ടുണ്ടോ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ? ഇല്ല ഇല്ല, മറ്റേ തന്നെയാണ് എന്നെ തന്നെയാണ് ഭംഗി. ഇതിപ്പോൾ ഏത് മോഡലാണ് ഇത്? 96. ഇത് കിട്ടാനുണ്ടോ ഇപ്പോൾ വിപണിയിൽ? കുറവാണ്. മീൻ പെട്രോള് പ്രത്യേകിച്ച് കിട്ടാൻ, ഡീസൽ വണ്ടി കിട്ടാനുണ്ട്, പെട്രോൾ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മറ്റേ റോക്കിയുടെ കാര്യത്തിൽ പെട്രോളിൻ്റെ ആളാണ്. പെട്രോൾ ഹെഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും വേറെ ഡീസൽ വണ്ടി വാങ്ങിക്കില്ല എന്നുള്ളൊരു വാശിയുണ്ട്. എത്ര അന്വേഷിക്കേണ്ടി വന്നു കിട്ടാൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭാഗ്യം, ഞങ്ങൾ ജസ്റ്റ് നോക്കി അപ്പം തന്നെ വണ്ടി കിട്ടി. കേരള വണ്ടി തന്നെ കിട്ടി. പേപ്പർ ഉണ്ട്, ഞങ്ങൾ റീടെസ്റ്റ് ചെയ്തെടുത്തു, അത്ര തന്നെ. വേറെ മെക്കാനിക് ഓടിച്ചോണ്ടാ വന്ന വണ്ടി, അതൊക്കെ ഒരു വലിയൊരു സംഭവമായിരുന്നു. എവിടെ എടുത്തപ്പോൾ? ഞങ്ങൾ പത്തനംതിട്ട. അതെ. അല്ല, ഇതിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണല്ലോ അല്ലേ? അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ പോയാലും കാണാറുണ്ട്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും ഇതിന്റെ ഡീസലാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പെട്രോൾ എന്താണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് തോന്നിയത്? എഞ്ചിൻ ഫയർ ഒരു മോഡൽ തന്നെ. ആ പെട്രോളിൽ തന്നെ വേറെയും വേരിയൻസ് ഉണ്ട്. ഞാൻ ആ ഫയർ ഇത് എഞ്ചിൻ തന്നെ വേണം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നോക്കി എന്തോ ഭാഗ്യം അത് കിട്ടി. പൊതുവേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പോലും ഫയർ എഞ്ചിൻ വളരെ കുറവായിരിക്കും അല്ലേ? ഫയർ എഞ്ചിൻ നമ്മൾ പണ്ട് മറ്റേ ഇതിനെ തീ അണയ്ക്കാൻ പോകുന്ന എഞ്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫയർ എഞ്ചിനുള്ള മോഡലാണിത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നിങ്ങളിപ്പോൾ ഫിയറ്റ് യൂനോയെ പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിൽ പോലും യൂനോയെ പറ്റി വളരെ കുറച്ച് വീഡിയോസോ അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ നെറ്റിൽ പോലും ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫയർ എഞ്ചിൻ്റെ BSP എത്രയാണെന്നുള്ളത് ഒരിടത്തും കാണുന്നില്ല അല്ലേ? എനിക്ക് തോന്നുന്ന ഒരു 70 അല്ലേ? മേ ബി അത്രയൊക്കെ ഉണ്ടാകാം. 58 BSP ആയിരുന്നു ഇതിൻ്റെ ഡീസൽ എന്ന് വായിച്ചു. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് കൺഫ്യൂസിങ് ആണ് കാര്യങ്ങൾ. അതുപോലെ ഇത് എത്ര യൂണിറ്റ് വിറ്റു ഇന്ത്യയിൽ ആകെ 10 വർഷം കൊണ്ടെന്നുള്ളതൊന്നും ഒരിടത്തും കണക്കൊന്നുമില്ല. ഇന്ത്യയിലൊരു വലിയ പ്രശ്നം അതാണ് ഈ വാഹന ചരിത്രത്തിൻ്റെ കാര്യം. നിങ്ങളിപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ ഏത് വാഹനത്തിൻ്റെ ചരിത്രം നോക്കിയാലും കൃത്യമായി എഴുതപ്പെട്ട ചരിത്രം എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ പിന്നിലാണ്. പിന്നീട് ടീം BSP ഒക്കെ പോലുള്ള ചില സൈറ്റുകളൊക്കെയാണ് കുറേയൊക്കെ ആ കാര്യത്തിൽ നമുക്ക് സഹായകരമാകുന്നത്. പക്ഷേ യൂനോയുടെ കാര്യത്തിൽ അതും വളരെ കുറവാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? കാരണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞുള്ളൂ, ഞാൻ പണ്ട് ഇത് വാങ്ങിച്ചിട്ട് ബാങ്ക്രപ്റ്റായാണ് അവസാനിച്ചത്. ഡീസലായിരുന്നു. പെട്രോൾ വളരെ വെരി മിനിമൽ മെയിൻ്റനൻസ് കോസ്റ്റ്. പിന്നെ എല്ലാം കിട്ടാനുണ്ട്, പാർട്സ് എല്ലാം കിട്ടാനുണ്ട്. വലിയ വിലയൊന്നും ഇല്ല, എല്ലാം 500 രൂപ 1000 രൂപ അങ്ങനെ. അതേ ഉള്ളൂ. പിന്നെ ഓടുന്നത്ര ഓടത്തെ രീതിയിൽ. ഇതിപ്പോൾ ദീർഘദൂരമൊക്കെ ഓടിച്ചതിൽ പിന്നെ ഞങ്ങൾ ഓടിക്കാറുണ്ട്. ഇപ്പം നാളെ ഞങ്ങൾ കോയമ്പത്തൂരും എന്നിയുടെ ടെസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടി എൻ്റെ AC വർക്ക് ചെയ്യുന്നില്ല? ഇല്ല. AC ബ്ലോവർ യൂണിറ്റ് ഉണ്ട്, അത് ഊരി വെച്ചേക്കാണ്. അത് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ആണല്ലേ. എനിക്ക് വണ്ടി ഞാൻ പണിത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് റീടെസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു പെയിന്റിങ് ചെയ്തു. പയ്യെ പണിത് തുടങ്ങണം. അതെ. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോലും മോശമല്ലാത്തൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഡെയിലി ഞാൻ വന്നിട്ട് ഇപ്പോൾ ഡെയിലി ഈ വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു കുഴപ്പമില്ല. AC ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് വെച്ച് രസമാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ. ഇപ്പോൾ ഏഷ്യൻ കൺട്രീസ് എല്ലാം ഭയങ്കരമായിട്ട് ചൂടിൽ പുകയുന്നു കേട്ടു. കംബോഡിയ ഇങ്ങനെ തന്നെയാണോ? അതെ. ഇവിടെ ഇപ്പം 40 അതെ. ശരി. അപ്പോൾ AC ഇല്ലാത്ത വണ്ടി കൊണ്ട് നടക്കുന്ന ഒരു പണിയാണ്, ഭയങ്കര പണിയാണ്. അതെ. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പരീക്ഷണം? എന്താണ് വാങ്ങിക്കാൻ മനസ്സിലുള്ള സംഭവം? വേറൊരു കാര്യമുണ്ടോ? 62 56 സ്കൂട്ടറുണ്ട് കയ്യിൽ. 56 അതിൽ എന്തൊക്കെയാണ് പെട്ടെന്ന് പറയാമെങ്കിൽ വളരെ റയറായിട്ടുള്ള? 1955 to 2004 ആണ് നമ്മുടെ കളക്ഷൻ. 1955 ഒരു ഫ്രഞ്ച് മെയ്ഡ് ആക്മ 125 എന്ന് പറഞ്ഞ വണ്ടി, അതാണ് ഇപ്പോൾ ഏറ്റവും റയറസ്റ്റ്. പിന്നെ രാജ്ദൂത് റൺ അബൌട്ട് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, PL 170s. വെസ്പ ഇന്ത്യയിൽ ഇറങ്ങിയ എല്ലാ സ്കൂട്ടേഴ്സും കളക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ ഒരു 2000 മുമ്പുള്ള. ഇത്രത്തോളമായി. LML വെസ്പ 150 അല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ ഈ 56 വണ്ടി 56 മോഡൽസ് ആണ്. ഇപ്പോൾ LML തന്നെ NV ഉണ്ട്, സെലക്ട് ഉണ്ട്, സുപ്രീമോ ഉണ്ട്, അങ്ങനെ. കൈനറ്റിക്കിൻ്റെ ആണെങ്കിൽ കൈനറ്റിക് ഹോണ്ട ഉണ്ട്, പ്രൈഡ് ഉണ്ട്, പിന്നെ 600 അതോ അങ്ങനെ ഒരു മോഡൽ. അങ്ങനെയാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്നത്. അതെ. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയിൽ ഇനി നമുക്ക് കൈനറ്റിക് ഹോണ്ടയും അതുപോലെ തന്നെ LML വെസ്പയൊക്കെ ഒന്ന് കൊണ്ടുവരണം. കാരണം വെച്ചാൽ നമ്മൾ ഈ ഗിയർലെസ് സ്കൂട്ടറുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ തുടക്കക്കാരനായ കൈനറ്റിക്കിനെ ഫസ്റ്റ് വണ്ടി കൈനറ്റിക് ഹോണ്ട അല്ല, ഈവൻ മറ്റേ അറ്റ്ലാന്റ. ശരി, അത് സത്യമാണ്. ഫസ്റ്റ് സ്കൂട്ടർ കേരളത്തിൽ ഉണ്ടാക്കിയത് പോലും എങ്കിൽ പോലും ഞാൻ ജനകീയമായത് കൈനറ്റിക് ഹോണ്ട വന്നതോടുകൂടി ഞാൻ തോന്നുന്നു. അപ്പോൾ അത് പിന്നെ LML വെസ്പയുടെ പ്രത്യേകത വെച്ചാൽ അന്ന് അതുവരെ ചേതക്കൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ച് റഗഡായിട്ടുള്ള വണ്ടികളായിരുന്നു. പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ടെന്ന് മാത്രമല്ല സീറ്റിംഗ് പൊസിഷൻ, പിന്നെ എഞ്ചിൻ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അത്തരം വണ്ടികളൊക്കെ റോക്കിയുടെ ഇനിയിപ്പോൾ തീർച്ചയായിട്ടും എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് കയ്യിലുണ്ടാവും ഇനി കുറച്ച് കാലം എന്തായാലും, കൊടുക്കില്ല, കളക്ഷനായി. അപ്പോൾ ഈ കംബോഡിയ നിന്ന് എത്ര കാലം കൂടുമ്പോൾ വരും ഇതൊക്കെ പരിരക്ഷിക്കാനായിട്ട്?
ഞാൻ അങ്ങനെയൊന്നുമില്ല, ചിലപ്പം 2 മാസം കൂടുമ്പോൾ വരും അങ്ങനെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നാൽ എല്ലാം ഓടിച്ചു നോക്കും. പിന്നെ ജോമിനുണ്ട്, ഫ്രണ്ട് കൂടെ ഉണ്ട്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചു നോക്കുന്നതാണ്. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. ഇത് ഈ പറഞ്ഞ പോലെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു വാഹനമാണ്. ഇപ്പോഴും കയ്യിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും സർവീസ് കോസ്റ്റ് വളരെ കൂടുതലാണോ ഡീസൽ ഓടിക്കുന്നവരുടെ കാര്യത്തിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അറിയാമല്ലോ, നമ്മൾ കമൻറ്റ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് ആഴ്ചയിലൊരിക്കൽ നമ്മുടെ വീഡിയോയിൽ വരുന്ന കമൻറ്റുകളൊന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സമ്മാനം തരുന്ന 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോകളും കാണുക, കമൻറ്റ് ചെയ്യുക, 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നേടുക. അപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഗിഫ്റ്റ് വൗച്ചർ പരിപാടി അവതരിപ്പിക്കുന്നത് റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. എല്ലാ തരത്തിലുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങളും, അതായത് അത് ഗ്രഫീൻ കോട്ടിംഗ് ആയാലും PPF ആയാലും അതുപോലെ തന്നെ റാപ്പിംഗ് ആയാലും കൂടാതെ ഏറ്റവും പുതിയ ഡയമണ്ട് ടെക്നോളജി കോട്ടിംഗ് ആയാലും എല്ലാം നമുക്ക് റോഷോയിൽ ചെയ്യാം. കാക്കനാട് മാവേലിപുരത്താണ് റോഷോയുടെ സെൻറ്റർ ഉള്ളത്. അപ്പോൾ വീഡിയോകൾ കാണുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. ഒരു ബൈ കൊടുത്തേക്കാം നമ്മുടെ ആൾക്കാർക്ക്.